അങ്ങനെ നീണ്ട നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇനി വെറും 24 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ iOS 17 എന്ന് പറയുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ റിലീസ് ചെയ്യാൻ. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ആപ്പിളിൻ്റെ WWDC എന്ന് പറയുന്ന ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള സോഫ്റ്റ്വെയർസും അതോടൊപ്പം തന്നെ ഹാർഡ്വെയർസും എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് ലീക്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം. അപ്പോൾ ആപ്പിളിൻ്റെ WWDC എന്ന് പറയുന്ന ഇവൻറ്റ് നാളെ തിങ്കളാഴ്ച ജൂൺ 5-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 10:30 നമുക്ക് ലൈവായിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. യൂട്യൂബിൽ ആപ്പിളിൻ്റെ ചാനലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലും ഇതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ നമ്മളെല്ലാ വർഷവും ഇവൻറ്റ് നടക്കുമ്പം ചെയ്യുന്ന ആ ഒരു ലൈവ് റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനാണ്. ഇനി WWDCയുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നലെ ട്വിറ്റർ സ്പേസിൽ ബ്ലൂംബർഗിൻ്റെ മാർഗ്രുമാൻ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് നാളെ നടക്കുന്ന ഇവൻറ്റിൽ വെച്ച് നമ്മൾ 2-3 പുതിയ ഹാർഡ്വെയർ റിലീസും അതോടൊപ്പം തന്നെ ഒരു പുതിയ OSും കൂടെ റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അടുത്തടുത്ത് കേട്ട ഒരു കാര്യമാണ് ആപ്പിളിൻ്റെ ഒരു മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ്. നിലവിലെ AR/VR മാർക്കറ്റിൽ നമുക്കറിയാം ധാരാളം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹെഡ്സെറ്റുകൾ, ഈ ഒരു AR/VR ഹെഡ്സെറ്റുകൾ, ഒക്യുലസ് റിഫ്റ്റ് പോലുള്ള ഹെഡ്സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ അതിലേക്കാണ് ആപ്പിളിൻ്റെ സ്വന്തം മോസ്റ്റ് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള എന്നാൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച ഏകദേശം $2,000 to $4,000 അണ്ടറിലാണ് ഇത് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിവൈസുകളുടെ ലൈനപ്പിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ആപ്പിളിൻ്റെ ഈ ഒരു AR/VR ഹെഡ്സെറ്റ്. ഈ ഒരു മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള OSൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഒരു പുതിയ OSും കൂടെ ആപ്പിൾ റിലീസ് ചെയ്യും എന്നറിയാൻ സാധിച്ചത്. അങ്ങനെ പുതുതായിട്ട് വരുന്ന ആ ഒരു OSിൻ്റെ പേരാണ് XR OS എന്ന് തന്നെയാണോ അതിൻ്റെ പേരെന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തായാലും റൂമേഴ്സ് അനുസരിച്ച് ഇതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഹാർഡ്വെയർസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുതിയ 2 മാക്കും കൂടെ ആപ്പിൾ അൺവീൽ ചെയ്യും. അതായത് നിലവിലുള്ള 13-inch മാക്ബുക്ക് എയറിന് മറ്റൊരു അപ്ഗ്രേഡേഷനും കൂടെ ആപ്പിൾ കൊണ്ടുവരുവാണ്. 15-inch മാക്ബുക്ക് എയർ. അതായത് നിലവിൽ നമുക്കറിയാം 13-inch മാക്ബുക്ക് എയർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 14-inch മാക് പ്രോ ആണുള്ളത്. എന്നാൽ ഈ വരുന്ന എയറിന് 15-inch ആണ്. പക്ഷേ പ്രൈസ് പരമായിട്ട് നോക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടെ മിഡിൽ വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഈ ഒരു 15-inch മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാക് സ്റ്റുഡിയോ, നമുക്കറിയാം നിലവിലുള്ള മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് M1 അൾട്രയിലാണ് പവർ ചെയ്യുന്നത്. അതിനൊരു അപ്ഗ്രേഡേഷൻ ആയിട്ടുള്ള M2 അൾട്ര എന്നുള്ളൊരു പ്രോസസ്സറിലേക്ക് അല്ലെങ്കിൽ SoCയിലേക്ക് ആപ്പിൾ മാക് സ്റ്റുഡിയോയും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. പിന്നീട് സോഫ്റ്റ്വെയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, അതായത് iOS 17, iPadOS 17, watchOS 10, macOS 14, tvOS 17 ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു. ഇതോടൊപ്പം തന്നെയാണ് XR OSും കൂടെ വരുന്നത്. ഇനി iOS 17ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഡിവൈസുകളിൽ ഇതിൻ്റെ സപ്പോർട്ട് കാണും എന്നുള്ള കാര്യം. ആദ്യം തന്നെ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതുവരെ നമുക്ക് iPhone 8 അല്ലെങ്കിൽ നിലവിൽ iOS 16 സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഈ ഒരു OS സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫർമേഷൻ, എവിടെയും തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഡിവൈസുകളുടെ കാര്യത്തിൽ വന്നിട്ടില്ല. എങ്കിൽ കൂടെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പാണ് നമ്മുടെ iPhone 8ലും 8+ലും 10ലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ഡിവൈസുകൾക്കും സ്റ്റിൽ iPhone 8നും 8+നും 10നും ഈ ഒരു സപ്പോർട്ട് കാണും എന്നുള്ളത് തന്നെയാണ്. ഇനി നാളെ റിലീസ് ചെയ്യുന്ന iOS 17 നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ നാളെ നിങ്ങൾ ഈ ഇവൻറ്റിന് ശേഷം നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ iOS 17 കാണാൻ സാധിക്കത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ റിലീസ് ചെയ്യുന്നത് ഡെവലപ്പർ ബേറ്റയാണ്. ഡെവലപ്പർ ബേറ്റ എന്നുള്ളത് ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രം ഉള്ള റിലീസാണ്. അതായത് ഇനി 1 മാസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ പബ്ലിക് ബേറ്റ നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെയും ഒരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് ബേറ്റ പ്രൊഫൈലുകൾ ഇതുപോലുള്ള ഇവൻറ്റുകൾ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുമായിരുന്നു. ആ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഡെവലപ്പ് ബേറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാമായിരുന്നു. എന്നാൽ iOS 16.3 അപ്ഡേറ്റ് മുതൽ നമുക്ക് വന്ന ഒരു അഡീഷണൽ ഓപ്ഷൻ ആയിരുന്നു ബേറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഓപ്ഷൻ. ഇത് വന്നതോടെ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നാളെ റിലീസ് ചെയ്യുന്ന ഡെവലപ്പർ ബേറ്റ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതും വെറുതെ ഒരു ഡെവലപ്പർ ആയാൽ പോരാ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ബിസിനസ് പ്രോഗ്രാമിലോ നിങ്ങൾ എൻറോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡെവലപ്പർ ബേറ്റ ഇതുപോലുള്ള ബേറ്റ പ്രൊഫൈൽസ് ഡെവലപ്പേഴ്സിന് ലഭിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ ആ ഒരു ഡെവലപ്പർ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഡിവൈസിൽ iOS 17 ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പബ്ലിക് ബേറ്റ iOS 17ൻ്റെ പബ്ലിക് ബേറ്റ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് 1 മാസത്തിന് ശേഷമേ വരത്തുള്ളൂ, നാളെ ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജൂലൈ മിഡ് അല്ലെങ്കിൽ ഏർലി ജൂലൈയിലൂടെ നമുക്ക് ഈ ഒരു പബ്ലിക് ബേറ്റ റിലീസ് ആവുകയും അത് നിങ്ങൾക്ക് ഈ ഒരു ബേറ്റ പ്രൊഫൈലിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ആ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് iOS 17 ട്രൈ ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുവാണ്, യാതൊരു കാരണവശാലും ഇതുപോലുള്ള ബേറ്റ റിലീസുകൾ നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരൊറ്റ ഐഫോണേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ പ്രൈമറി ഫോണേ ഉള്ളൂ, സെക്കൻഡറി ആയിട്ട് വേറെ ഫോണുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇതുപോലുള്ള ബേറ്റ OSകൾ ഇൻസ്റ്റാൾ ചെയ്യില്ല. കാരണം ബേറ്റ റിലീസ് എന്ന് പറയുന്നത്
ടെസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള റിലീസുകളാണ്. അതൊരിക്കലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പക്കായിട്ട് വർക്ക് ചെയ്യുന്ന OSകളല്ല. അതിനകത്ത് ധാരാളം ഇപ്പം ഉള്ളതിനേക്കാളും 2, 3, 5 ഇരട്ടി ബഗ്ഗുകളും ഇഷ്യൂസും ആ ഒരു OSന് കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസുകളിൽ ബാറ്ററി ഓവർ ഹീറ്റിങ് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പല സൈസിലുള്ള പല ടൈപ്പിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വാർണിംഗ് ആയിട്ട് ഇത് എടുക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും ഇത് റിലീസ് ചെയ്യുമ്പോൾ ഒരു ആവേശം ഉണ്ടാകും എങ്ങനെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ മിക്കപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അബദ്ധത്തിൽ വന്ന് ചാടും, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസിൽ വന്ന് ചാടും. ഇതുപോലുള്ള ഇഷ്യൂസിൽ വന്ന് ചാടി പിന്നെ തിരികെ പോവുക, ഡൗൺഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ യൂസർ ഡേറ്റ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് വേണം, അതൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് റീസ്റ്റോർ ചെയ്യാൻ. അതൊക്കെ വലിയ ചടങ്ങുകളാണ്. സോ അതുകൊണ്ട് യാതൊരു കാരണം വെച്ചാലും നിങ്ങൾക്ക് പ്രൈമറി ഒറ്റ ഡിവൈസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ ബേറ്റ സോഫ്റ്റ്വെയർ റൺ ചെയ്യരുത്. ഇനി ഇപ്പോൾ സെക്കൻഡറി ഡിവൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി iOS 17 ഫീച്ചേഴ്സിലേക്ക് വരുമ്പം മാർഗ്രുമാൻ ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ EU ആപ്പിൾ സൈഡ് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്കറിയാം നിലവിൽ മാക് യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് നമ്മുടെ മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മുടെ വിൻഡോസ് പോലെ തന്നെ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് തേർഡ് പാർട്ടി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഇല്ലാത്ത ചില ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രാക്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ ഐഫോണിലും അല്ലെങ്കിൽ ഐപാഡിലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു സൈഡ് ലോഡിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണുള്ള FindMy, അതോടൊപ്പം തന്നെ നോട്ട്സ് ആപ്പ്, വെതർ അതുപോലുള്ള ആപ്ലിക്കേഷനിലേക്ക് ആപ്പിൾ കുറച്ചും കൂടെ UI പരമായിട്ടും അല്ലെങ്കിൽ ഓവറോൾ ഫീച്ചേഴ്സ് പരമായിട്ടും കുറച്ചും കൂടെ റീവാമ്പുകൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ FindMyയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം FindMy ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്പിൾ ഡിവൈസുകൾ എവിടെയാണെന്ന് കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ അതിനകത്ത് കുറച്ചും കൂടെ സോഷ്യലായിട്ടുള്ള കുറച്ച് എലമെൻസുകൾ ആപ്പിൾ ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആപ്പിളും ഗൂഗിളും കൂടെ ചേർന്നുകൊണ്ട് നമ്മളെ എയർടാഗ് പോലെയുള്ള ബ്ലൂടൂത്ത് ട്രാക്കിംഗ് ഡിവൈസുകൾ എളുപ്പം ഏത് യൂസറിനും കണ്ടുപിടിക്കാൻ രീതിയിലുള്ള കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ കാര്യമായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ വാളറ്റ് ആപ്പിലും ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യയിൽ നമുക്ക് ആപ്പിൾ പേ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ഇല്ല. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ പല ആളുകളും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെല്ലാവരും തന്നെ ഈ ഒരു ആപ്പിൾ പേയുടെ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത്രയധികം വളരെ കംഫർട്ടാണ്. നമുക്ക് ആപ്പിൾ വാച്ചിൽ പോലും നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് നിയമ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആപ്പിൾ പേ ഇവിടെ ഇതുവരെ വരാത്തത്. എന്നാൽ ആപ്പിളിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ NFC സപ്പോർട്ട്. NFC-നെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് NFC അൺലോക്ക്ഡ് അല്ല. NFC മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഗൂഗിൾ പേ യൂസേഴ്സ്, ഇപ്പം ആൻഡ്രോയിഡിലുള്ള ഗൂഗിൾ പേ ആളുകൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഗൂഗിൾ പേയിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കാർഡ് ഇല്ലാതെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റുകൾ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുന്നതാണ്. അതേ ഫംഗ്ഷനാലിറ്റി തീർച്ചയായിട്ടും ഇതുപോലുള്ള NFC അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതുപോലുള്ള ഗൂഗിൾ പേയിൽ. പിന്നീട് മാജിബു എന്നുള്ളത് ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ WatchOS 10 WatchOS 3ക്ക് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു OS ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു WatchOSൻ്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസോ കാര്യങ്ങളൊന്നുമല്ല, മറ്റൊരു ഡിഫറെൻറ്റ് തലത്തിലേക്ക് WatchOS മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഓവറോൾ ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും WatchOS 10 എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നീടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാർപ്ലേയുടെ കാര്യത്തിലാണ്. കാർപ്ലേയിൽ നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ കാർപ്ലേ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ ലീക്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആപ്പിൾ കാർപ്ലേ നമുക്ക് തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം അതിൻ്റെ UI അവിടെ ഇവിടെയെങ്കിലും ചേഞ്ച് വന്നു, വാൾപേപ്പർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ. അഡീഷണൽ ആയിട്ട് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഇതുവരെ നമ്മുടെ കാർപ്ലേയിൽ വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മളൊരു കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കാർപ്ലേനെ നമ്മൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ആപ്പിൾ കാർപ്ലേ 2.0 ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മളുടെ ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് നാളത്തെ ആ ഒരു ഇവൻറ്റിന് വേണ്ടി. കാരണം എല്ലാ വർഷവും ആപ്പിൾ യൂസേഴ്സിനെ ആഘോഷിക്കാൻ പറ്റുന്ന 2 ദിവസങ്ങളാണ്. ഒന്ന് ജൂണിലെ WWDCയും മറ്റൊന്ന് സെപ്റ്റംബറിലെ ആപ്പിളിൻ്റെ പുതിയ ഡിവൈസുകളുടെ ഇവൻറ്റും. സോ തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ, ഫീച്ചേഴ്സ്, ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.